2019 applicable mathematics question paper le part C questions nokka. First question, the sum of two numbers is 7 times their difference. If the smaller number is 30, find the other. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ട നമ്പർ x ആണ് എന്ന് വിചാരിക്കാം. So sum of two numbers, രണ്ടാമത്തെ നമ്പർ നമുക്ക് 30 ആണെന്ന് അറിയാം. അപ്പോൾ x plus 30 is equal to 7 times their difference. So 7 into x minus 30. So this implies x plus 30 equal to 7 കൊണ്ട് തന്നെ multiply ചെയ്താൽ 7x minus 7 into 30, 210. x ന്റെ ടേംസിനെ ഒരു സൈഡിലേക്കും കോൺസ്റ്റൻസിനെ മറ്റേ സൈഡിലേക്കും കൊണ്ടുപോവാം. സോ ഇവിടെ 7x ഉണ്ട്, ഈ x കൂടി ആ സൈഡിലേക്ക് പോയി എന്ന് വിചാരിച്ചാൽ മൈനസ് x ആവും, ഈക്വൽ ടു 30 ഉണ്ട്, ഈ മൈനസ് 210നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അത് പ്ലസ് 210 ആവും, ഈക്വൽ ടു 240. ഇവിടെ നമുക്ക് വരുന്ന 7x minus x 6x. 6x equal to 240, which implies x equal to 240 divided by 6 equal to 40. അപ്പോൾ രണ്ടാമത്തെ നമ്പർ 40 ആണ്. ഇത് ചെക്ക് ചെയ്യാനുള്ള വഴി നമുക്ക് രണ്ട് നമ്പേഴ്സും കിട്ടിക്കഴിഞ്ഞു അല്ലെ. സോ 40 plus 30 70 ആണ് സം, അത് തന്നെയാണ് തന്നിരിക്കുന്നത്. അതേപോലെ 40 minus 30 എന്ന് പറഞ്ഞാൽ 10. 7 into 10 70, 40 plus 13 70. ഓക്കെ, അപ്പൊ അത് രണ്ടും കൂടി ടാലി ആവുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ആ ആൻസർ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുകയും ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി HCF and LCM of 624 and 936. രണ്ട് നമ്പേഴ്സിന്റെ HCF ഉം LCM ഉം ആണ് വേണ്ടത്. 624 936. നമുക്ക് കോമൺ ഡിവിഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. രണ്ടെണ്ണം കണ്ടുപിടിക്കാനുണ്ടല്ലോ, LCM ഉം HCF ഉം കണ്ടുപിടിക്കാനുണ്ട്. ഡിവൈഡഡ് ബൈ 2 കോമൺ ഫാക്ടർ ആണ്. ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ 312 4 6 8. Again 2 is a common factor. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 156 234. Again 2 is a common factor. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 78 117. ഇനി 2 കോമൺ ഫാക്ടർ അല്ല അല്ലെ, പക്ഷെ 3 ഒരു കോമൺ ഫാക്ടർ ആണ്. സോ വി ക്യാൻ ഡിവൈഡ് വിത്ത് 3. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 26 39. ഇനി 13 ഒരു കോമൺ ഫാക്ടർ ആണ് അല്ലെ, വേറെ കോമൺ ഫാക്ടേഴ്സ് ഒന്നുമില്ല. 13 ആണ് അടുത്ത കോമൺ ഫാക്ടർ. 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 3. ഇത് രണ്ടും കോപ്രൈം ആണ്. സോ ഇപ്പൊ നമുക്ക് HCF ഉം LCM ഉം കണ്ടുപിടിക്കാം. HCF ഈക്വൽ ടു 2 into 2 into 2 into 3 into 13 ഈക്വൽ ടു 312. LCM ഈക്വൽ ടു ഈ HCF ൽ വന്ന പ്രോഡക്റ്റ് കൂടാതെ ഒരു into 2 into 3 കൂടി വരും അല്ലെ. സോ 2 into 2 into 2 into 3 into 13 into 2 into 3 equal to 1872 is the final answer. Another question, HCF and LCM of two numbers are 13 and 1989 respectively. If one of the number is 117, determine the other. Product of two numbers is equal to product of HCF and LCM എന്നുള്ള പ്രോപ്പർട്ടി ആണ് നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ടത്. നമുക്ക് അവിടെ ആകെ ഒരു നമ്പർ മാത്രമേ അറിയാതെയുള്ളൂ. ആ അറിയാത്ത നമ്പറിനെ x എന്ന് വിചാരിച്ചാൽ x into 117 is equal to 1989 into 13. So x equal to 1989 into 13 divided by 17. Computation ചെയ്യാം. നിങ്ങൾക്ക് ഫൈനൽ ആൻസർ വരുന്നത് 221. ഇത്രയുമാണ് ആ 22 എന്നുള്ള ക്വസ്റ്റ്യന്റെ സബ് ഡിവിഷൻസ് വരുന്നത്. ഇനി അടുത്ത 23 എന്നുള്ള ക്വസ്റ്റ്യൻ നോക്കാം. അതിന് രണ്ട് പാർട്ട് ഉണ്ട്. ഫസ്റ്റ് പാർട്ട് ജസ്റ്റ് ഡയറക്റ്റ് സിംപ്ലിഫിക്കേഷൻ ആണ്. 12c4 പ്ലസ് 10c5 കണ്ടുപിടിക്കാനായിട്ടാണ്. 12c4 ഈക്വൽ ടു n factorial by r factorial into n minus r factorial. അതാണ് നമ്മുടെ ഫോർമുല. സോ 12 factorial by 4 factorial into 12 minus 4, അതായത് 8 factorial equal to
12 into 11 into 10 into 9 into 8 factorial ആണ് വരിക. അത് ഈ 8 factorialമായിട്ട് ക്യാൻസൽ ചെയ്ത് പോകും. സോ ഡിവൈഡഡ് ബൈ 4 into 3 into 2 into 1. 4 into 3 12 gets cancelled. 2 10 5 times. 99 into 5 495. So 12C4. പിന്നെ പറഞ്ഞിരിക്കുന്നത് 10C5. 10C5 equal to 10 factorial by 5 factorial into 10 minus 5 is again 5. So 5 factorial തന്നെ equal to 10 into 9 into 8 into 7 into 6. ഒരു 5 factorialum ഇതിന്റെ ബാക്കിയുള്ള ടേംസ് കൂടി ക്യാൻസൽ ചെയ്ത് പോകും. Divided by 5 into 4 into 3 into 2. 4 into 2 8. 3 6 2 times. 5 10 2 times. So 9 into 7 63. 63 into 4 equal to 252. ഇതിന്റെ രണ്ടിന്റെയും കൂടി സം ആണ് ചോദിച്ചിരിക്കുന്നത്. സം കാണാൻ പറഞ്ഞാൽ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം. And the answer is 747. അതിന്റെ തന്നെ സെക്കൻഡ് പാർട്ട് പറയുന്നത് 10C2 into 9C3. നമുക്ക് വേണമെങ്കിൽ 10C2ഉം 9C3യും സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നേരിട്ട് ഫോർമുല അപ്ലൈ ചെയ്യുകയും ചെയ്യാം. 10C2 എന്ന് പറഞ്ഞാൽ 10 factorial by 2 factorial into 8 factorial into 9C3 is 9 factorial by 3 factorial into 9 minus 3 6 factorial equal to 10 into 9 8 into 8 factorialum ഇതും കൂടി ക്യാൻസൽ ചെയ്ത് പോയി. അപ്പൊ അത് എഴുതണ്ട. ഡിവൈഡഡ് ബൈ 2 into 9 into 8 into 7 6 factorial ക്യാൻസൽ ചെയ്ത് പോയി. ഡിവൈഡഡ് ബൈ 3 factorial. So 3 into 2. 3 9 3 times. 2 into 2 4. 8 ക്യാൻസൽ ചെയ്ത ഒരു 2 ആണ് ബാക്കി വരിക. So 10 into 9 into 3 into 2 into 7. Computation നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി 23rd ക്വസ്റ്റ്യന്റെ സെക്കൻഡ് പാർട്ട്. In how many ways a group of 7 members can be constructed from 8 men and 6 women so that the committee includes? First part, exactly 3 women. Exactly 3 women എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി exactly 4 men എന്നുകൂടി അവിടെ വരികയാണ്. സോ 8 men ഉണ്ട്, അവരിൽ നിന്ന് 4 പേരെ ചൂസ് ചെയ്യണം, which can be done in 8C4 ways. അതുപോലെ 6 വിമൻ ഉണ്ട്, അതിൽ നിന്ന് 3 വിമനെ ചൂസ് ചെയ്യണം, which can be done in 6C3 ways. So the answer is 8C4 into 6C3 equal to 8 factorial by 4 factorial into 4 factorial. 8 minus 4 is 4 into 6 factorial by 3 factorial into 6 minus 3 factorial is again 3 factorial equal to 8 into 7 into 6 into 5. ഒരു 4 factorial അവിടെ ക്യാൻസൽ ചെയ്ത് പോകുന്നു. 4 into 3 into 2 into 6 factorial 6 into 5 into 4. ഒരു 3 factorial ക്യാൻസൽ ചെയ്ത് പോയി. Divided by 3 into 2. Simplify ചെയ്താൽ 70 into 20 equal to 1400. Okay. അതിന്റെ തന്നെ നെക്സ്റ്റ് പാർട്ട് പറയുന്നത് അറ്റ്ലീസ്റ്റ് 3 വിമൻ ആണ്. അപ്പോ 3 വിമൻ ഉള്ള കേസ്, 4 വിമൻ ഉള്ള കേസ്, 5 വിമൻ ഉള്ള കേസ്, 6 വിമൻ ഉള്ള കേസ്, ഇവിടെ എല്ലാം അറ്റ്ലീസ്റ്റ് 3 വിമൻ എന്നുള്ളത് ട്രൂ ആണ്. അപ്പൊ അത് എല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. അപ്പൊ 3 വിമൻ വരിക എന്ന് പറഞ്ഞാൽ 8C4 into 6C3. നമ്മൾ ഓൾറെഡി സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. ഇതാണ് വാല്യൂ വരുന്നത്. പ്ലസ് 4 വിമൻ എന്ന് പറഞ്ഞാൽ അത് ഈക്വലന്റ് ടു എക്സാക്ട്ലി 3 men ആണ്. സോ 8C3 into 6C4 പ്ലസ് 5 വിമൻ 2 men അല്ലെ. സോ 8C2 into 6C3 പ്ലസ് 635 സോറി then 6 women എന്ന് പറഞ്ഞാൽ ഒരു men ആണ് പിന്നെ ഉള്ളത്. സോ 8C1 into 6C6. കോമ്പിനേഷന്റെ ഫോർമുല അപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാം. ഓരോ പ്രോഡക്റ്റും വേണം ആദ്യം ചെയ്യാൻ, എന്നിട്ട് വേണം സമ്മേഷൻ ചെയ്യാൻ. അതിന്റെ തന്നെ തേർഡ് പാർട്ടിൽ പറയുന്നത് അറ്റ്ലീസ്റ്റ് 4 men ആണ്.
അപ്പൊ 4 men വരുന്ന കേസാണ് 8C4 into 6C3 പ്ലസ് അറ്റ്ലീസ്റ്റ് 4 എന്നാണ്. അപ്പൊ വേണമെങ്കിൽ 5 ആവാം അല്ലെ. സോ 8C5 into 6C2 പ്ലസ് 6 ആവാം. അപ്പൊ 8C6 into 6C1 7 ആവാം. 7 ആണെങ്കിൽ അവിടെ പിന്നെ വിമൻ ഇല്ല അല്ലെ. പക്ഷെ 7 മെന്നിനെ ചൂസ് ചെയ്യാന്നുള്ളത് 8C7 ബേസിൽ പറ്റും. ഈ ഓരോ പ്രോഡക്റ്റും വേണം ആദ്യം ചെയ്യാൻ. Then add them, you will get the final answer. അടുത്ത ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് പാർട്ട്, Sunita can do a piece of work in 15 days and Amita can do it in 10 days. They start together. For 2 days later, Amita gives up the work and goes away. In how many days will Sunita finish the remaining work? സുനീറ്റയ്ക്ക് ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യാൻ 15 ഡേയ്സ് ആണ് വേണ്ടത്. അപ്പൊ സുനീറ്റ ഒരു ദിവസം എത്ര വർക്ക് ചെയ്യും? സുനീറ്റയ്ക്ക് ഒരു ദിവസം 1/15 വർക്കാണ് ചെയ്യാൻ പറ്റുക. ദി അതർ ഗേൾ, ആൾക്ക് 10 ഡേയ്സ് ആണ് വേണ്ടത് അല്ലെ. 10 ഡേയ്സ് വേണമെന്ന് പറയുമ്പോൾ ഒരു ദിവസം ചെയ്യാവുന്നത് 1/10 ജോലിയാണ്. അപ്പൊ ഇവര് രണ്ടുപേരും കൂടി ഒരു ദിവസം എത്ര ജോലി ചെയ്യും? 1/15 പ്ലസ് 1/10. 15ന്റെയും 10ന്റെയും LCM 30 ആണ്. സോ 1/15നെ 2/30 എന്ന് എഴുതാം. 1/10നെ 3/30 എന്ന് എഴുതാം. സോ ദിസ് ഇസ് ഈക്വൽ ടു 5/30 ഈക്വൽ ടു 1/6. അപ്പൊ ഇവര് രണ്ടുപേരും കൂടി ജോലി ചെയ്താൽ ഒരു ദിവസം 1/6 ഓഫ് ദ വർക്ക് വിൽ ബി ഡൺ. ഇവര് 2 ദിവസം ഒന്നിച്ച് വർക്ക് ചെയ്തു അല്ലെ. സോ 2 ദിവസം ഒന്നിച്ച് വർക്ക് ചെയ്തപ്പോൾ 2 into 1/6 equal to 1/3. So 1/3 of the job is already done. ഇനി എത്ര ജോലി ബാക്കിയുണ്ട്? റിമൈനിങ് എത്രയാ വരിക? ഒരു ജോലി ഉണ്ട്, അതിന്റെ 1/3 കഴിഞ്ഞു. സോ 2/3 of the work is remaining. ഇനി സുനിത ഒറ്റയ്ക്ക് വേണം ബാക്കി ജോലി ചെയ്യാൻ. ഒരു ദിവസം 1/15 വർക്കാണ് ചെയ്യാൻ പറ്റുക അല്ലെ. സോ 2/3 വർക്ക് ചെയ്യാൻ വേണ്ട നമ്പർ ഓഫ് ഡേയ്സ് ഈക്വൽ ടു ഒരു ദിവസം 1/15 വർക്കാണ് ചെയ്യാൻ പറ്റുക അല്ലെ. അപ്പോ 2/3 വർക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ 2/3 by 1/15. ഒരു ദിവസം 1/15 വർക്കേ ചെയ്യാൻ പറ്റുള്ളൂ. ഈക്വൽ ടു 2/3 into 1/15 തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. സോ 15/1. This gets cancelled. 2 into 5 equal to 10. So 10 days more are required to complete the work. அடுத்த question. Together, Ravi and Suni do a piece of work in 4 days. Ravi alone can do it in 6 days. In how many days can Suni alone do it? Ravi plus Suni ഒരു ദിവസം ചെയ്യുന്നത് 1/4 ജോലിയാണ്. രവി ഒറ്റയ്ക്ക് 1/6 ജോലിയാണ് ചെയ്യുക. അപ്പൊ സുനി ഒറ്റയ്ക്കാണെങ്കിലോ രണ്ടുപേരും കൂടി 1/4 ചെയ്യും. ഇയാൾ 1/6 ചെയ്തിട്ടുണ്ട്. അപ്പൊ സുനി ഒറ്റയ്ക്ക് ചെയ്യുന്നത് 1/4 minus 1/6 ഈക്വൽ ടു 6. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 6 minus 4/4 into 6 ഈക്വൽ ടു 2/24 ഈക്വൽ ടു 1/12. അപ്പോ സുനിക്ക് ഒരു ദിവസം ചെയ്യാൻ പറ്റുക 1/12 ജോലിയാണ്. അപ്പൊ ജോലി കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എത്ര ദിവസം വർക്ക് ചെയ്യേണ്ടി വരും? സുനി ഒറ്റയ്ക്കാണെങ്കിൽ 12 ഡേയ്സ് വർക്ക് ചെയ്യേണ്ടി വരും. സോ അതായിരുന്നു 24th ക്വസ്റ്റ്യൻ. നമുക്ക് 25th ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫാക്ടറൈസേഷൻ പ്രോബ്ലംസ് ആണ് 3 എണ്ണം. ഫസ്റ്റ് വൺ ഇസ് x plus 1 whole cube plus x minus 1 whole cube. So x plus 1 cube plus x minus 1 cube. a cube plus b cube form ആണ് equal to a plus b. അതായത് x plus 1 plus x minus 1 into a square minus ab plus b square. അതായത് x plus 1 square minus x plus 1 into x minus 1 plus x minus 1 whole square equal to ഇവിടെ 1 minus 1 cancel ചെയ്ത് പോയിട്ട് 2x എന്ന് വരും. x plus 1 whole square expand ചെയ്താൽ x square plus 2x plus 1 minus a plus b into a minus b form ആണ് അല്ലെ. സോ x square minus 1 വരും. ഈ മൈനസ് കോമൺ ആണ്. സോ minus x square plus 1
plus x minus 1 whole square expand ചെയ്താൽ x square minus 2x plus 1. Okay. So x square minus x square cancel ചെയ്തു പോയി, 2x minus 2x cancel ചെയ്തു പോയി, ഒരു x square ഉണ്ട്, പിന്നെ 3 1 ഉണ്ട്. So this is equal to 2x into x square plus 3. രണ്ടാമത്തെ question, x cube plus 3x square plus 3x minus 7 equal to x cube plus 3x square plus 3x plus 1 എന്നായിരുന്നെങ്കിൽ ഇത് x plus 1 whole cube ആയേനെ. ഞാൻ അവിടെ plus 1 ഇടുന്നു, കോമ്പൻസേറ്റ് ചെയ്യാൻ minus 1 വേണം. ഇവിടെ ഒരു minus 7 ഓൾറെഡി ഉണ്ട്, so minus 8 equal to x plus 1 whole cube minus 8 എന്ന് പറഞ്ഞാൽ 2 cube ആണ്. ഓക്കെ, അപ്പൊ ഇത് a cube minus b cube ഫോം ആയി, equal to a plus b, sorry a minus b, x plus 1 minus 2 into a square plus ab plus b square, അതായത് x plus 1 whole square plus x plus 1 into 2 plus 2 square equal to x minus 1 into, ഇത് expand ചെയ്താൽ x square plus 2x plus 1 plus, ഇതിനെ multiply ചെയ്താൽ 2x plus 2 plus 4 equal to x minus 1 into x square plus 2x plus 2x, so plus 4x plus 7. x square plus 4x plus 7 വേണമെങ്കിൽ വീണ്ടും നമുക്ക് ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിച്ച് x ന്റെ വാല്യൂസ് കണ്ടുപിടിച്ച് സിംപ്ലിഫൈ ചെയ്യാം. പക്ഷെ കൃത്യമായി അവിടെ ഇന്റിജർ അല്ലെങ്കിൽ റാഷണൽ റൂട്ട്സ് വരുന്നില്ല എന്നുള്ളത് കൊണ്ട് ആ പാർട്ട് നിങ്ങൾ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ലാസ്റ്റ് വൺ, 8x cube plus 27y cube plus z cube minus 18xyz equal to, ഇത് a cube plus b cube plus c cube minus abc ടൈപ്പ് ആണ്. നമുക്കത് ചെക്ക് ചെയ്യാം. 8x cube എന്ന് പറഞ്ഞാൽ അത് 2x ന്റെ ക്യൂബ് ആണ്, പ്ലസ് 27y cube അത് 3y യുടെ ക്യൂബ് ആണ്, പ്ലസ് z cube. ഓക്കെ, a into b into c ചെയ്താൽ എന്താ വരിക? 2x into 3y 6xy into z. അപ്പൊ 6xyz ആണ് a into b into c വരുന്നത്. സോ 3abc എന്ന് പറഞ്ഞാൽ എന്താ വരിക? 18xyz ആണ് വരിക. അപ്പൊ മൈനസ് 3 into 2x into 3y into z എന്ന് നമുക്ക് ഇതിനെ എഴുതാം. a cube plus b cube plus c cube minus 3abc is equal to, നമ്മുടെ ഫോർമുല വരുന്നത് എന്താണ്? a cube plus b cube plus c cube minus 3abc equal to a plus b plus c into a square plus b square plus c square minus ab minus bc minus ca. ഇതാണ് നമ്മുടെ ഫോർമുല. അതിവിടെ അപ്ലൈ ചെയ്താൽ a plus b plus c 2x plus 3y plus z into a square is 4x square plus b square is 9y square plus c square is z square minus ab 2x into 3y, അതായത് 6xy minus bc 3y into z, so 3yz minus ca z into 2xz. So this is our final answer. ഇത്രയുമാണ് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ്.